അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. രണ്ടുപേര് ഇവിടെ ഇങ്ങനെ എന്തോ ബടായിട്ട് നിൽക്കുന്നുണ്ട്, കണ്ട അവരൊന്നും നമുക്ക് പിടിക്കാം. അല്ല എന്താ ഇത് രണ്ടാക്കും പരിപാടി? നമുക്ക് നിങ്ങൾ വെറുതെ അല്ലേ, ഫ്രീ അല്ലേ? ബിഷറുണ്ട് ഇവിടെ, യൂസുഫ് ഉണ്ട്. നമുക്ക് ഒരു മുക്കാറ ചെയ്താലോ? മുക്കാറാർ മനസ്സിലായോ? അതായത് ബിഷർ ഒരു ആയത്ത് ഊതാ, ആ ആയത്തിന്റെ ലാസ്റ്റത്തെ അക്ഷരം കൊണ്ട് എന്ത് ചെയ്യുക? യൂസുഫ് ഊതാ. പിന്നെ യൂസുഫിന്റെ ഓത്തിന്റെ ലാസ്റ്റത്തെ അക്ഷരം കൊണ്ട് ബിഷർ ഊതാ. അങ്ങനെയാണ് മുക്കാറ. ഓക്കെ അല്ലേ? റെഡിയാണോ? ചെയ്ത് നോക്കല്ലേ? എന്നാ ബിഷർ തുടങ്ങി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ذلك الفضل من الله وكفى بالله عليما. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين. نساؤكم حرث لكم فأتوا حرثكم أنى شئتم وقدموا لأنفسكم واتقوا الله واعلموا أنكم ملاقوه وبشر المؤمنين. نبئ عبادي أني أنا الغفور الرحيم. ما شاء الله. അടിപൊളി, ഷറായി കേട്ടോ. ഇനി നിങ്ങൾ പടായി തുടർന്നോളി ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ ഖുർആനോത്ത് നിങ്ങൾ കേട്ടു, അത് അഭിപ്രായം അറിയിക്കി എങ്ങനെയുണ്ടെന്നൊക്കെ. മാഷാ അല്ലാഹ്. പിന്നെ നമ്മൾ പൊതുവെ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ ചിലരൊക്കെ അഊദ് ഓതും തുടക്കത്തിൽ, ചിലർ ബിസ്മി ഓതും, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അല്ലെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചിലർ ഓതും. പക്ഷേ പൊതുവെ അങ്ങനെ ഓതാതെ സാധാരണ ആയത്ത് ഓതുന്നവരും അല്ലെങ്കിൽ ബിസ്മി മാത്രം ഓതുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ ശരിക്ക് ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഖുർആൻ ഓതി തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും അഊദ് ഓതണം, ബിസ്മി ഓതിയില്ലെങ്കിൽ പോലും. കാരണം ബിസ്മിയുടെ കാര്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ട്. സൂറത്തിന്റെ തുടക്കത്തിൽ മാത്രം ബിസ്മി ഓതിയാൽ മതി എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അഊദ് അങ്ങനെയല്ല, ഖുർആൻ നസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട്. فإذا قرأت القرآن فاستعذ بالله من الشيطان الرجيم. നിങ്ങൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ഷെയ്ത്താനിൽ നിന്നും ഷെയ്ത്താന്റെ ഷെറിനെ തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നസ്സായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഖുർആൻ ഓതുമ്പോൾ തുടക്കത്തിൽ അഊദു നിർബന്ധമായിട്ടും നമ്മൾ ഓതാൻ എപ്പോഴും ശ്രദ്ധിക്കണം, ബിസ്മി ഓതിയില്ലെങ്കിൽ പോലും എന്നൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്ന് മാത്രം. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചു ഇൻഷാ അല്ലാഹ്. നമുക്കൊക്കെ പലപ്പോഴും അറിയാതെ സംഭവിക്കുന്ന മിസ്റ്റേക്കാണ്. ഏതായാലും എല്ലാവരും ശ്രദ്ധിക്കുക. ഏതായാലും എല്ലാവർക്കും നന്ദി. എന്നാൽ ശരി കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.